14 അതിന്റെ 14 മത്തായി 14 ഇങ്ങനെ വായിക്കുന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു. And when Jesus went out, he saw a great multitude, and he was moved with compassion for them and healed their sick. ഇംഗ്ലീഷ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് വായിച്ചത്. ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. മനസ്സലിവോടെ ദൈവം മൂവ് ചെയ്യുന്നൊരു ദൈവം, മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശുശ്രൂഷകളില് ശരിക്കും ഒരു പവർ ട്രിഗർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പവർ ഫോഴ്സ് ആയിട്ട് ഒരുപക്ഷെ മറ്റാരും കൂടെയുള്ളവർ പോലും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലാത്ത വലിയൊരു പവർ ഫോഴ്സ് ആയിരുന്നു ഈ കമ്പാഷൻ എന്ന് പറയുന്നത്, ഈ മനസ്സലിവ് എന്ന് പറയുന്നത്. സ്തോത്രം. പലരെയും കർത്താവ് സൗഖ്യമാക്കുമ്പോൾ പല രോഗികൾ കർത്താവിന്റെ മുമ്പിൽ വന്ന് സൗഖ്യത്തിനായിട്ട്, അല്ലെങ്കിൽ അവരാവശ്യഭാരവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, തനിക്ക് പവർ ഉള്ളത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ട് മാത്രം സൗഖ്യമാക്കുന്ന ഒരു യേശു ആയിരുന്നില്ല, മറിച്ച് അവരോടുള്ള അവരെ കെയർ ചെയ്യാനുള്ള, അവരെ സൗഖ്യമാകണമെന്ന് തന്റെ പിതാവിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി, തന്റെ പിതാവിന്റെ ഇഷ്ടം അവർ സൗഖ്യത്തോടെ ഇരിക്കണം, അവർ വിടുവിക്കപ്പെടണമെന്നുള്ളതാണെന്ന് മനസ്സിലാക്കി. അല്ലാതെ എനിക്ക് എന്റെ പവർ കാണിക്കാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ക്രൗഡിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ടൈമാണ്, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ളവർ അത് കാണാനുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല കർത്താവ് ചെയ്തത്, മറിച്ച് പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ, ഹല്ലേലൂയ, തന്നിലൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ചാനലാണ് താനെന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, അവരോടുള്ളൊരു സഹതാപമല്ല, മനസ്സലിവോടെയാണ് കർത്താവിടെ സൗഖ്യമാക്കിയത് കാണാൻ സാധിക്കും. വേറൊരു ഭാഗത്ത് വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് സൗഖ്യത്തിനായിട്ട് യാചിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. സ്തോത്രം. അപ്പോഴും കർത്താവ് സൗഖ്യമാക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം തോന്നുന്നു, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1:40, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ എല്ലാം കാണുന്ന ഒരു, അവിടെയും പറയുന്ന ഈ വേർഡ് ഉപയോഗിച്ച് കമ്പാഷൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. ഇപ്പൊ കമ്പാഷനിൽ മൂവ് ചെയ്യുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത് അധികാരത്താൽ മൂവ് ചെയ്യുന്ന യേശുവിനെ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ ഓരോ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ദിവസങ്ങളിൽ വിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്താൽ രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, അല്ലെങ്കിൽ ഭൂതങ്ങളെ നിന്ന് അവരെ വിടുവിക്കുന്ന യേശു, ഹല്ലേലൂയ, ശാന്തമാക്കുന്ന യേശു. പക്ഷെ അതേസമയം ഒരു അപ്പന്റെ ഹൃദയത്തോടെ, സ്തോത്രം, കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെ അവരുടെ വിഷയങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന്, സഹതാപം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് വിഷമം പറയുമ്പോൾ അയ്യോ കഷ്ടായിപ്പോയി, ഇറ്റ്സ് സോ സാഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സഹതാപത്തിന്റെ വാക്കുകൾ പറയാം, അല്ലെ? മാനുഷിക നിലയിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം സഹതപിക്കുക, സ്തോത്രം. അതുകൊണ്ട് അവിടെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല, അവിടെ ഒരു പ്രവൃത്തി മിക്കവാറും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കമ്പാഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനസ്സലിവെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ആ വ്യക്തി അങ്ങനെ വിട്ടാൽ പറ്റില്ല, ആ വ്യക്തി അതിൽ നിന്ന് പുറത്തു വരണം. ഇപ്പൊ രോഗിയായിട്ടാണ് വരുന്നെങ്കിൽ ആ രോഗി അതിൽ നിന്ന് സൗഖ്യമാകണം എന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ലൈഫിൽ കർത്താവ് പല സമയങ്ങളിൽ ഈ കമ്പാഷൻ, അല്ലെങ്കിൽ ഈ മനസ്സലിവ് കാണിച്ചത് കൊണ്ട് പലപ്പോഴും വലിയ ദൈവപ്രവർത്തികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഒന്ന് പാസ്റ്റ് ലൈഫ് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. എത്രയോ സമയങ്ങളിൽ കർത്താവ് ഇതുപോലെ നമ്മളോടൊക്കെ മനസ്സലിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാത്ത നനയ്ക്കാത്ത നേരങ്ങളിൽ, സ്തോത്രം, മറ്റാരും നമ്മളെ കാണാതിരുന്ന സമയങ്ങളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ നമ്മളോട് ദയ തോന്നാതിരുന്ന, പാട്ടുകാരൻ പറയുന്നത് പോലെ ഒരു കണ്ണും ദയ തോന്നാതിരുന്ന സമയങ്ങളിലൊക്കെയും ഈ കമ്പാഷൻ ഒരു ചാനലായിട്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ കരമായിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇപ്പൊ കാലം വിശ്വസിക്കണം, ഹല്ലേലൂയ, നമ്മളായിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മധ്യേയും ഈ കരം അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കരമ. സ്തോത്രം. മനസ്സലിഞ്ഞ് നമ്മുടെ വിഷയങ്ങളിലോട്ട് ഇടപെടുന്നൊരു ദൈവം. രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വന്നത്
ഒരു വിഷയമായിട്ട് ഞാൻ എടുത്തുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൽ, സ്തോത്രം, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമ്മളോട് മനസ്സിൽ കാണിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പന്റെ ഹൃദയമാണ്. സ്തോത്രം. ഒരു അപ്പന്റെ ഹാർട്ടാണത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്, ഹല്ലേലൂയ, കരുതുന്ന ഒരു അപ്പൻ. സ്തോത്രം. ആ അപ്പന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പന്റെ കരുതലിന്റെ വലിയ ദൈവകരത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പകൽക്കാലം സംസാരിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ നമ്മളെ വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. കുഷ്ഠരോഗി വന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ശുദ്ധമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അവൻ അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ നമുക്ക് അപേക്ഷിക്കുവാൻ ഒരു ഇടമുണ്ടെന്നുള്ളത് പകൽക്കാലം നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്ക് ആശ്രയിപ്പാൻ, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്കൊരു ഇടമുണ്ട്. അവിടെ നിന്നൊരു കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ കരം കുറുകി പോയിട്ടില്ല. ആ കരം നമുക്ക് വേണ്ടി നീണ്ടുവരുന്ന കരമാണ്. സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്യുന്ന കരം, കമ്പാഷൻ തോന്നുന്ന കരം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിനിരിക്കുമ്പോഴെല്ലാം നാം ചിന്തിക്കണം, ഹല്ലേലൂയ, ആ കരം, ആ മനസ്സ് എപ്പോഴാണ് എനിക്ക് വേണ്ടി അലിയുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിന് ഉണ്ടായിരുന്ന അതേ ഹൃദയം നമ്മളിലൂടെ പ്രവർത്തിപ്പാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതിനാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മനസ്സലിന് യേശു രോഗികളെ സൗഖ്യമാക്കിയതുപോലെ ദൈവിക പവർ യേശുവിലൂടെ പ്രവർത്തിച്ചതുപോലെ തന്നെ, സ്തോത്രം, ആ കമ്പാഷൻ, ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലോട് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും പ്രിയവരുമായി ദയ, മനസ്സലിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ധരിച്ചുകൊള്ളും എന്നൊരു വാക്യം അവിടെയുണ്ട്. സ്തോത്രം. ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത് ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമെന്നും അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈശിഷ്ടം എന്നൊക്കെ പറയാം ഈ കമ്പാഷൻ എന്ന് പറയുന്നത്, ഈ മനസ്സലിവ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ കാണും. ഒരു വിഷയം കേൾക്കുമ്പോൾ പക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളത്തിൽ തരുന്നൊരു ഭാരം. ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ വിഷയം പോലെ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു മനസ്സലിവ് ദൈവം നമുക്ക് തരും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി അറിയുന്ന പോലും ഉണ്ടാകത്തില്ല, ആ വിഷയത്തിൽ മറുപടി ആയിട്ടുണ്ടാകും. ഹല്ലേലൂയ. അത് കർത്താവ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. ഹല്ലേലൂയ. ദൈവിക പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒച്ചത്തി വലിയ പ്രാർത്ഥിക്കുന്നതോ അന്യഭാഷ പറയുന്നതോ അല്ലെങ്കിൽ ആരാധിക്കുന്നതോ തുളിച്ചാൽ മാത്രമല്ല, ഈ കമ്പാഷൻ എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ പവർ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദയ എന്ന് പറയുന്നത്, കൈൻഡ്നസ് അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ വലിയ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ദൈവികമായിട്ടുള്ള പവറുകളാണ്. സ്തോത്രം. ഇതിനെ നമ്മളിലൂടെ ഒഴുകുവാൻ, സ്തോത്രം, അതിനൊരു ചാനലായിട്ട് കർത്താവ് നമ്മളെയും ഉപയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളത് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിലൂടെ അത് ഒഴുകുവാനും അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാനും കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നാം നിസ്സാരമെന്ന് കരുതി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് നമ്മളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വിട്ടുകളയല്ലേ. സ്തോത്രം. മറ്റുള്ളവർക്ക് കൊണ്ട് ഇടിവ് നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വിട്ടുകളയല്ലേ. സ്തോത്രം. കർത്താവ് ഒരു ചാനലായിട്ട് നമ്മെ പിതാവ് യേശുവിനെ ഉപയോഗിച്ചതുപോലെ തന്നെ നമ്മയും ഒരുപക്ഷെ കർത്താവ്, ഹല്ലേലൂയ, പിതാവാം ദൈവം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. വായിച്ച വാക്യത്തിനോട് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു മനസ്സലിഞ്ഞ് രോഗിയെ തൊട്ടു സൗഖ്യമാക്കി. ഹല്ലേലൂയ. മനസ്സലിവുള്ള കർത്താവ്. അവൻ വന്ന പുരുഷാരത്തെ കണ്ട്, കാരണം ഒരു വലിയ പുരുഷാരം സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, ഹല്ലേലൂയ, യേശുവിനെ ടച്ച് കിട്ടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പലവിധ ആവശ്യഭാരങ്ങളൊക്കെ ആയിട്ട്, ഹല്ലേലൂയ, ചിന്തിക്കുക, ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് വിടുതലുകൾ യേശു ഉള്ളിടത്ത് നടന്നു, ആ പ്രസൻസിൽ നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, യേശു ഉള്ളിടത്ത് ഇന്നും അതുപോലെയുള്ള സൗഖ്യങ്ങളും വിടുതലുകളും നടക്കുവാൻ കർത്താവ് ശക്തനായ ദൈവമായി നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നാം കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ഈ ഇടത്തുനിന്ന് വിടുതൽ ലഭിക്കും
എനിക്ക് ആശ്വാസം ലഭിക്കും. മനസ്സിലൂടെ കർത്താവ് എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്യും. രക്തസ്രവക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ഹാലലൂയ സ്തോത്രം, അവൻ എൻ്റെ വസ്ത്രത്തിന് തൊങ്ങലൊന്ന് തൊട്ടാൽ മതി. സ്തോത്രം ഹാലലൂയ, എന്നെ തൊടുപോലും വേണ്ട, എൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടാൽ മതി. സ്തോത്രം. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലോട്ട് നമുക്ക് കടന്നു വരാം. ഹാലലൂയ. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. ഹാലലൂയ, മനസ്സലിവുള്ള ദൈവമാണ്. നമ്മളെ കണ്ട് മനസ്സലിയുന്ന ദൈവമാണ്. നമ്മൾ താഴ്ചയുടെ അല്ലെങ്കിൽ തകർച്ചയുടെ അങ്ങേ തലയ്ക്കിൽ എത്തിയെന്ന് പറഞ്ഞാലും സ്തോത്രം, നമ്മളെ കൈവിടുന്ന ഒരു അപ്പനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. അവിടെ മനസ്സലിഞ്ഞ് നമ്മുടെ വിഷയങ്ങളോട്ട് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസപൂർവ്വം. ഹാലലൂയ. കുഷ്ഠരോഗിയുടെ കർത്താവ് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഹാല നിനക്ക് മനസ്സുണ്ടോ? അതായത് നിനക്ക് ആഴത്തിൽ എനിക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? സ്തോത്രം. ആ വിശ്വാസം നമുക്ക് മതി. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവപ്രവൃത്തികളെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അപ്പോൾ തന്നെ നമ്മിലൂടെ ആ ഒരു മനസ്സിൽ ഒഴുകുവാനും അനേകരെ കർത്താവിന് വേണ്ടിക്ക് ആകർഷിക്കുവാനും ഹാലലൂയ ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് പകരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.